ഹായ് ഫ്രണ്ട്സ്, എജുപ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LP-UP എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 4ാമത്തെ റിവിഷൻ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് നോക്കാം. നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ് എക്കൽ മണ്ണാണ്. നെൽകൃഷിക്ക് എക്കൽ മണ്ണാണ് ആവശ്യമായിട്ടുള്ളത്. ഗോതമ്പിന് നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ്. നെൽകൃഷിക്ക് എക്കൽ മണ്ണും ഗോതമ്പിന് നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ആവശ്യമായിട്ടുള്ളത്. ചോളത്തിന് നീർവാർച്ചയുള്ള ഫലഭൂയിഷ്ഠമായ മണ്ണാണ് വേണ്ടത്. ചോളത്തിന് ആവശ്യമായിട്ടുള്ളത് നീർവാർച്ചയുള്ള ഫലഭൂയിഷ്ഠമായ മണ്ണാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത് കറുത്ത മണ്ണും എക്കൽ മണ്ണുമാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായത് കറുത്ത മണ്ണ്, എക്കൽ മണ്ണ്. ചണകൃഷിക്ക് ആവശ്യമായിട്ടുള്ളത് നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ്. ഗോതമ്പിനും ചണത്തിനും ആവശ്യമുള്ളത് നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ്. തേയില കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത് കുന്നിൻ ചെരുവുകളിലെ ജൈവാംശമുള്ള ജലം വാർന്നു പോകുന്ന മണ്ണാണ്. തേയില കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത് കുന്നിൻ ചെരുവുകളിലെ ജൈവാംശമുള്ള ജലം വാർന്നു പോകുന്ന മണ്ണാണ്. നെൽകൃഷിക്ക് എക്കൽ മണ്ണ്, ഗോതമ്പിനും ചണത്തിനും നീർവാർച്ചയുള്ള എക്കൽ മണ്ണ്, ചോളത്തിന് നീർവാർച്ചയുള്ള ഫലഭൂയിഷ്ഠമായ മണ്ണും, പരുത്തി കൃഷിക്ക് കറുത്ത മണ്ണും എക്കൽ മണ്ണുമാണ് അനുയോജ്യമായിട്ടുള്ളത്. സുഗന്ധവിളകൾക്ക് നീർവാർച്ചയുള്ള വനമണ്ണാണ് ആവശ്യമായിട്ടുള്ളത്. സുഗന്ധവിള കൃഷി ചെയ്യുന്നതിന് അനുയോജ്യമായിട്ടുള്ള മണ്ണ് നീർവാർച്ചയുള്ള വനമണ്ണാണ്. കരിമ്പ് കൃഷിക്ക് അനുയോജ്യം എക്കൽ മണ്ണും കറുത്ത മണ്ണുമാണ്. പരുത്തി കൃഷിക്കും കരിമ്പ് കൃഷിക്കും എക്കൽ മണ്ണും കറുത്ത മണ്ണുമാണ് അനുയോജ്യമായിട്ടുള്ളത്. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായത് ലാറ്ററൈറ്റ് മണ്ണാണ്. ലാറ്ററൈറ്റ് മണ്ണാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യമായത്. വാഴ കൃഷിക്ക് അനുയോജ്യമായത് ധാരാളം ജൈവ വസ്തുക്കൾ അടങ്ങിയ മണ്ണാണ്. ധാരാളം ജൈവ വസ്തുക്കൾ അടങ്ങിയിട്ടുള്ള മണ്ണാണ് വാഴ കൃഷിക്ക് ആവശ്യമായിട്ടുള്ളത്. മരച്ചീനി കൃഷിക്ക് അനുയോജ്യമായത് ചരലടങ്ങിയ വെട്ടുകൽ മണ്ണാണ്. ചരലടങ്ങിയ വെട്ടുകൽ മണ്ണാണ് മരച്ചീനി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത്. കുരുമുളക് കൃഷിക്ക് അനുയോജ്യമായത് നീർവാർച്ചയുള്ളതും ധാരാളം ജൈവാംശം ഉള്ളതുമായ മണ്ണാണ്. കുരുമുളക് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത് നീർവാർച്ചയുള്ളതും ധാരാളം ജൈവ അംശമുള്ളതുമായ മണ്ണാണ്. ഏലം കൃഷിക്ക് അനുയോജ്യമായത് ധാരാളം ജൈവാംശമുള്ളതും നീർവാർച്ചയുള്ളതുമായ മണ്ണാണ്. കുരുമുളകിനാണെങ്കിലും ഏലത്തിനാണെങ്കിലും നീർവാർച്ചയുള്ളതും ധാരാളം ജൈവാംശമുള്ളതുമായ മണ്ണാണ് ആവശ്യമായിട്ടുള്ളത്. ഇഞ്ചി കൃഷിക്ക് അനുയോജ്യമായത് ഫലപുഷ്ടിയും ജൈവാംശം കൂടുതലുള്ളതുമായ മണ്ണാണ്. ഇഞ്ചി കൃഷിക്ക് അനുയോജ്യമായത് ഫലപുഷ്ടിയും ജൈവാംശം കൂടുതലുള്ളതുമായ മണ്ണാണ്. കാപ്പി കൃഷിക്ക് അനുയോജ്യമായത് ധാരാളം ജൈവാംശമുള്ള പശ്ചിമരാശി മണ്ണാണ്. കാപ്പി കൃഷിക്ക് അനുയോജ്യമായത് ധാരാളം ജൈവാംശമുള്ള പശ്ചിമരാശി മണ്ണാണ്. അടുത്തത് കാർഷിക വിപ്ലവങ്ങളാണ്. മത്സ്യ ഉൽപാദന മേഖലയുടെ പുരോഗതി ലക്ഷ്യമിടുന്ന സംരംഭമാണ് നീല വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. മത്സ്യ ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് നീല വിപ്ലവം. കടുക്, സൂര്യകാന്തി തുടങ്ങിയ എണ്ണക്കുരുക്കളുടെ ഉൽപാദനത്തിലെ കുതിച്ചു ചാട്ടമാണ് പീത വിപ്ലവം അല്ലെങ്കിൽ യെല്ലോ റവല്യൂഷൻ എന്ന് പറയുന്നത്. കടുക്, സൂര്യകാന്തി തുടങ്ങിയ എണ്ണക്കുരുക്കളുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് പീത വിപ്ലവം അല്ലെങ്കിൽ യെല്ലോ റവല്യൂഷൻ. തുകൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് ബ്രൗൺ റവല്യൂഷൻ. തുകൽ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ബ്രൗൺ റവല്യൂഷൻ. ചണ ഉൽപാദനത്തിലെ വർധനവാണ് ഗോൾഡൻ ഫൈബർ റവല്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. ചണ ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് ഗോൾഡൻ ഫൈബർ റവല്യൂഷൻ. പഴങ്ങൾ, തേന്, ഹോർട്ടിക്കൾച്ചർ മേഖലയിലെ ഉൽപാദന വർധനവാണ് ഗോൾഡൻ റവല്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. പഴങ്ങൾ, തേന്, ഹോർട്ടിക്കൾച്ചർ മേഖലകളിലെ ഉൽപാദന വർധനവാണ് ഗോൾഡൻ റവല്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. വളങ്ങളുടെ ഉൽപാദനത്തിലെ കുതിച്ചുചാട്ടമാണ് ഗ്രേ റവല്യൂഷൻ. വളങ്ങളുടെ വള ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് ഗ്രേ റവല്യൂഷൻ. മുട്ട ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് രജത വിപ്ലവം അല്ലെങ്കിൽ സിൽവർ റവല്യൂഷൻ. മുട്ട ഉൽപാദന വർധനവാണ് രജത വിപ്ലവം അല്ലെങ്കിൽ സിൽവർ റവല്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. കോട്ടൺ ഉൽപാദനത്തിലെ വർധനവാണ് സിൽവർ ഫൈബർ റവല്യൂഷൻ. തിരിഞ്ഞു പോകരുത്. മുട്ട ഉൽപാദനമാണെങ്കിൽ സിൽവർ റവല്യൂഷൻ അല്ലെങ്കിൽ രജത വിപ്ലവമാണ്. കോട്ടൺ ഉൽപാദനത്തിലെ വർധനവാണ് സിൽവർ ഫൈബർ റവല്യൂഷൻ. സിൽവർ ഫൈബർ റവല്യൂഷൻ. ഉരുളക്കിഴങ്ങ് ഉൽപാദനത്തിലെ വർധനവാണ് റൗണ്ട് റവല്യൂഷൻ. ഉരുളക്കിഴങ്ങ് ഉൽപാദനവുമായി ബന്ധപ്പെട്ട റൗണ്ട് റവല്യൂഷൻ. തക്കാളി, മാംസം എന്നിവയുടെ ഉൽപാദനത്തിലെ വർധനവാണ് റെഡ് റവല്യൂഷൻ. തക്കാളി, മാംസം എന്നിവയുടെ ഉൽപാദനത്തിലെ വർധനവാണ് റെഡ് റവല്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. പിങ്ക് വിപ്ലവത്തിലൂടെ ഉൽപാദന വർധനവ് ലക്ഷ്യമിട്ട കാർഷിക വിളയാണ് ഉള്ളി. പിങ്ക് വിപ്ലവത്തിലൂടെ ഉൽപാദന വർധനവ് ലക്ഷ്യമിട്ടത് ഉള്ളിയാണ്. അടുത്തത് കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളും അതിൻ്റെ കേന്ദ്രങ്ങളുമാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കോട്ടൺ റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് നാഗ്പൂരിലാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കോട്ടൺ റിസർച്ച് നാഗ്പൂരാണ്.
സെൻട്രൽ ടൊബാക്കോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് രാജമുന്ദ്രിയിലാണ്. സെൻട്രൽ ടൊബാക്കോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് രാജമുന്ദ്രി. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിസിനൽ ആൻഡ് അരോമാറ്റിക് പ്ലാന്റ്സ് ലക്നൌവിലാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിസിനൽ ആൻഡ് അരോമാറ്റിക് പ്ലാന്റ് ലക്നൌവിലാണ്. സെൻട്രൽ ഷീപ്പ് ആൻഡ് വൂൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മാൽപുര. സെൻട്രൽ ഷീപ്പ് ആൻഡ് വൂൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് മാൽപുരയിലാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാന്റേഷൻ ക്രോപ്സ് കാസർഗോഡാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാന്റേഷൻ ക്രോപ്സ് കാസർഗോഡാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈലാൻഡ് അഗ്രികൾച്ചർ ഹൈദരാബാദാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈലാൻഡ് അഗ്രികൾച്ചർ സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റൽ അഗ്രികൾച്ചറൽ റിസർച്ച് ഗോവയിലാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റൽ അഗ്രികൾച്ചറൽ റിസർച്ച് ഗോവ. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടികൾച്ചറൽ റിസർച്ച് ബംഗളൂരു ആണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടികൾച്ചറൽ റിസർച്ച് ബംഗളൂരു. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മില്ലറ്റ്സ് റിസർച്ച് ഹൈദരാബാദാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മില്ലറ്റ്സ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയാബീൻ റിസർച്ച് ഇൻഡോറിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയാബീൻ റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് ഇൻഡോറിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് ആൻഡ് റിസർച്ച് കോഴിക്കോടാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് കാൺപൂരിലാണ്. നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് കാൺപൂര്. ദേശീയ നെല്ല് ഗവേഷണ കേന്ദ്രം കട്ടക്കാണ്. ദേശീയ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കട്ടക്കിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വീറ്റ് ആൻഡ് ബാർലി കർണാലിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വീറ്റ് ആൻഡ് ബാർലി സ്ഥിതി ചെയ്യുന്നത് കർണാലിലാണ്. അടുത്തത് കുറച്ച് ചോദ്യങ്ങളാണ്. എനിക്ക് ഒരു കൾച്ചറെ അറിയൂ, അത് അഗ്രികൾച്ചറാണ് എന്ന് പറഞ്ഞത് ആരാണ്? എനിക്ക് ഒരു കൾച്ചറെ അറിയൂ, അത് അഗ്രികൾച്ചറാണ് എന്ന് അഭിപ്രായപ്പെട്ട ദേശീയ നേതാവാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിളയാണ് നെല്ല്. ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിള നെല്ലാണ്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ് എക്കൽ മണ്ണ്. ഉയർന്ന താപനില, ധാരാളം മഴ എന്നിവ ഏത് ഭക്ഷ്യവിളയുടെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ളതാണ്? നെല്ലിനാണ് ഉയർന്ന താപനിലയും ധാരാളം മഴയും ആവശ്യമായിട്ടുള്ളത്. 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില ആവശ്യമായിട്ടുണ്ട്. 150 സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴയും ആവശ്യമായിട്ടുള്ളത് നെൽകൃഷിക്കാണ്. നദീതടങ്ങൾ, തീരസമതലങ്ങൾ എന്നിവിടങ്ങളിൽ മുഖ്യമായും കൃഷി ചെയ്തു വരുന്നത് നെല്ലാണ്. നദീതടങ്ങൾ, തീരസമതലങ്ങൾ എന്നിവിടങ്ങളിൽ മുഖ്യമായും കൃഷി ചെയ്തു വരുന്ന ഭക്ഷ്യവിളയാണ് നെല്ല്. ഇന്ത്യയിൽ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിള ഗോതമ്പാണ്. ഇന്ത്യയിൽ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിളയാണ് ഗോതമ്പ്. ഏത് ഭക്ഷ്യവിളയുടെ കൃഷിക്കാണ് നീർവാർച്ചയുള്ള എക്കൽ മണ്ണ് ഉത്തമമായിട്ടുള്ളത്? ഗോതമ്പാണ്. മുഖ്യമായും മിതോഷ്ണ മേഖലയിൽ കൃഷി ചെയ്യുന്ന ഏത് വിളയ്ക്കാണ് 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും 75 സെൻറ്റിമീറ്റർ മഴയും ആവശ്യമായിട്ടുള്ളത്? ഗോതമ്പാണ് മിതോഷ്ണ മേഖലയിൽ കൃഷി ചെയ്യുന്നത്. മുഖ്യമായും മിതോഷ്ണ മേഖലയിൽ കൃഷി ചെയ്യുന്ന വിളയാണ് ഗോതമ്പ്. 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില ആവശ്യമായിട്ടുള്ളത്. 75 സെൻറ്റിമീറ്റർ മഴയും ഗോതമ്പ് കൃഷിക്ക് ആവശ്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാന ശൈത്യകാല വിളയാണ് ഗോതമ്പ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശൈത്യകാല വിളയാണ് ഗോതമ്പ്. ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിൽ ഇന്ത്യയിൽ 3ാം സ്ഥാനത്തുള്ളത് ചോളമാണ്. ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിൽ ഇന്ത്യയിൽ 3ാം സ്ഥാനത്തുള്ളത് ചോളമാണ്. ഉഷ്ണകാലത്തും ശൈത്യകാലത്തും ഇന്ത്യയിൽ കൃഷി ചെയ്യപ്പെടുന്ന ഭക്ഷ്യവിളയ്ക്ക് ഉദാഹരണമാണ് ചോളം. ഉഷ്ണകാലത്തും ശൈത്യകാലത്തും ഇന്ത്യയിൽ കൃഷി ചെയ്യപ്പെടുന്ന ഭക്ഷ്യവിളയാണ് ചോളം. ശരാശരി 75 സെൻറ്റിമീറ്റർ വാർഷിക വർഷപാതം ലഭിക്കുന്ന പ്രദേശങ്ങളും നീർവാർച്ചയുള്ള ഫലഭൂയിഷ്ഠമായ മണ്ണും ഏത് വിളയ്ക്കാണ് അനുയോജ്യമായിട്ടുള്ളത്? ചോളം കൃഷിക്കാണ്. ശരാശരി 75 സെൻറ്റിമീറ്റർ വാർഷിക വർഷപാതം ലഭിക്കുന്ന പ്രദേശങ്ങളും നീർവാർച്ചയുള്ള ഫലഭൂയിഷ്ഠമായ മണ്ണുമാണ് ചോളം വിളയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. ഇന്ത്യയിലെ പ്രധാന 4 വിളകൾ ഏതെല്ലാമാണ്? പരുത്തിയും ചണവുമാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 4 വിളകളാണ് പരുത്തി, ചണം. പ്രധാനപ്പെട്ട പാനീയ വിളകൾ ഏതെല്ലാമാണ്? തേയിലയും കാപ്പിയുമാണ്. പ്രധാനപ്പെട്ട പാനീയ വിളകളാണ് തേയില, കാപ്പി. വസ്ത്രനിർമ്മാണ രംഗത്ത് ലോകവ്യാപകമായി ഉപയോഗിക്കുന്നതിനാൽ യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്താണ്? പരുത്തിയാണ്. വസ്ത്രനിർമ്മാണ രംഗത്ത് ലോകവ്യാപകമായി ഉപയോഗിക്കുന്നതിനാൽ യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. മഞ്ഞുവീഴ്ചയില്ലാത്ത വളർച്ചാകാലം ഏത് വിളയ്ക്കാണ് പ്രധാനം? പരുത്തി കൃഷിക്കാണ്. മഞ്ഞുവീഴ്ചയില്ലാത്ത വളർച്ചാകാലം ആവശ്യമായിട്ടുള്ളത് പരുത്തി കൃഷിക്കാണ്.
20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും ചെറിയ തോതിൽ വാർഷിക വർഷപാതവും ഏത് കൃഷിക്കാണ് ആവശ്യമായിട്ടുള്ളത്? പരുത്തി കൃഷിക്കാണ്. 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ആവശ്യമായിട്ടുണ്ട്. ചെറിയ തോതിൽ വാർഷിക വർഷപാതവും ആവശ്യമായത് പരുത്തി കൃഷിക്കാണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനങ്ങളാണ് കറുത്ത മണ്ണും എക്കൽ മണ്ണും. പരുത്തി ഉൽപാദനത്തിൽ ലോകത്ത് എത്രാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്? 2ാം സ്ഥാനമാണ്. പരുത്തി ഉൽപാദനത്തിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനമാണ് ഉള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പരുത്തി തുണി വ്യവസായം. പരുത്തി തുണി വ്യവസായം. ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി തുണി മിൽ സ്ഥാപിതമായത് 1818ലാണ്. 1818ലാണ് ഫോർട്ട് ഗ്ലാസ്റ്ററിലാണ് സ്ഥാപിതമായിട്ടുള്ളത്. കൊൽക്കത്തയിലെ ഫോർട്ട് ഗ്ലാസ്റ്ററിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി തുണി മിൽ 1818ൽ രൂപീകൃതമായത്. 1854 ഇന്ത്യയിൽ വൻതോതിൽ പരുത്തി ഉൽപാദനം ആരംഭിച്ചത് മുംബൈയിലാണ്. 1854 ഇന്ത്യയിൽ വൻതോതിൽ പരുത്തി തുണി ഉൽപാദനം ആരംഭിച്ചത് മുംബൈയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരുത്തി തുണി ഉൽപാദന കേന്ദ്രമായതുകൊണ്ട് കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരമാണ് മുംബൈ. ഇന്ത്യയിലെ ഏറ്റവും പ്രധാന പരുത്തി തുണി ഉൽപാദന കേന്ദ്രമായതുകൊണ്ട് കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരമാണ് മുംബൈ. ചൂടും ഈർപ്പവുമുള്ള സാഹചര്യങ്ങളിൽ വളരുന്ന നാരുവിള ഏതാണ്? ചൂടും ഈർപ്പവുമുള്ള സാഹചര്യങ്ങളിൽ വളരുന്ന നാരുവിളയാണ് ചണം. ഉയർന്ന താപനിലയും 150 സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴയും ഏത് കൃഷിക്ക് അത്യന്താപേക്ഷിതമാണ്? ചണം കൃഷിക്കാണ് ആവശ്യമായിട്ടുള്ളത്. ഉയർന്ന താപനിലയും 150 സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴയും ആവശ്യമായിട്ടുള്ളത് ചണം കൃഷിക്കാണ്. ചണം കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ്? നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ്. ചണം കൃഷിക്കും ഗോതമ്പ് കൃഷിക്കും നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് അനുയോജ്യമായിട്ടുള്ളത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചണം ഉൽപാദന മേഖല ഏതാണ്? ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റയാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചണം ഉൽപാദന മേഖലയാണ് ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ. ഇന്ത്യയിൽ ഏറ്റവും അധികം ചണം കൃഷിയുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം കൃഷി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ലോക ഭക്ഷ്യ കാർഷിക സംഘടനയുടെ കണക്കുകൾ പ്രകാരം ലോകത്തിൽ ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ലോക ഭക്ഷ്യ കാർഷിക സംഘടനയുടെ കണക്കുകൾ പ്രകാരം ലോകത്തിൽ ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാനീയ വിളയാണ് തേയില. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാനീയ വിളയാണ് തേയില. തേയില ഉൽപ്പാദനത്തിൽ ലോകത്ത് എത്രാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്? 2ാം സ്ഥാനമാണ്. തേയില ഉൽപ്പാദനത്തിൽ ലോകത്ത് 2ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. തേയില ഉൽപ്പാദനത്തിൽ ഒന്നാമതുള്ള ഇന്ത്യൻ സംസ്ഥാനം ആസാമാണ്. തേയില ഉൽപ്പാദനത്തിൽ ഒന്നാമതുള്ള ഇന്ത്യൻ സംസ്ഥാനം ആസാം. 200 മുതൽ 250 സെൻറ്റിമീറ്റർ വരെ വാർഷിക വർഷപാതവും 25 മുതൽ 30 വരെ ഡിഗ്രി സെൽഷ്യസ് താപനിലയുമുള്ള കുന്നിൻ ചെരുവുകൾ ഏത് വിളയുടെ കൃഷിക്കാണ് അനുയോജ്യമായിട്ടുള്ളത്? തേയിലയുടെ കൃഷിക്കാണ്. 200 മുതൽ 250 സെൻറ്റിമീറ്റർ വരെ വാർഷിക വർഷപാതം ആവശ്യമായിട്ടുണ്ട്. 25 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് തേയില കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത്. തേയിലയുടെ കൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണിനം ഏതാണ്? ജൈവാംശമുള്ള ജലം വാർന്നു പോകുന്ന മണ്ണാണ്. തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ജൈവാംശമുള്ള ജലം വാർന്നു പോകുന്ന മണ്ണാണ്. ഉഷ്ണമേഖലാ തോട്ടവിളയ്ക്ക് ഉദാഹരണം ഏതാണ്? കാപ്പിയാണ്. ഉഷ്ണമേഖലാ തോട്ടവിളയാണ് കാപ്പി. കർണാടക, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലായി പശ്ചിമഘട്ട മലനിരകളിൽ കേന്ദ്രീകരിച്ചിട്ടുള്ളത് ഏത് പാനീയ വിളയുടെ കൃഷിയാണ്? കാപ്പിയുടേതാണ്. കർണാടക, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലായിട്ട് പശ്ചിമഘട്ട മലനിരകളിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള പാനീയ വിളയാണ് കാപ്പി. ആകെ ഉൽപാദനത്തിൻ്റെ 2/3 ഭാഗവും നടക്കുന്ന കാപ്പി ഉൽപാദനത്തിൽ ഒന്നാമതുള്ള സംസ്ഥാനമാണ് കർണാടക. ആകെ ഉൽപാദനത്തിൻ്റെ 2/3 ഭാഗവും നടക്കുന്നതും കാപ്പി ഉൽപാദനത്തിൽ ഒന്നാമതുള്ളതുമായ സംസ്ഥാനമാണ് കർണാടക. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രധാന ഇനം കാപ്പിക്കുരുവാണ് അറബിക്ക. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രധാന ഇനം കാപ്പിക്കുരു അറബിക്കയാണ്. ഇന്ത്യയിലെ സുഗന്ധവിളത്തോട്ടങ്ങൾ കൂടുതലും കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രദേശം പശ്ചിമഘട്ട മലനിരകളാണ്. ഇന്ത്യയിലെ സുഗന്ധവിളത്തോട്ടങ്ങൾ കൂടുതലും കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രദേശം പശ്ചിമഘട്ട മലനിരകളാണ്. നീർവാർച്ചയുള്ള വനമണ്ണ്, മണൽ മണ്ണ് എന്നിവയും ധാരാളം മഴ ലഭിക്കുന്ന ഉഷ്ണമേഖലാ കാലാവസ്ഥയും ഏതിനം വിളകൾക്കാണ് അനുയോജ്യമായിട്ടുള്ളത്? സുഗന്ധവിളകളാണ്.
നീർവാർച്ചയുള്ള വനമണ്ണ്, മണൽ മണ്ണ് എന്നിവയും ധാരാളം മഴ ലഭിക്കുന്ന ഉഷ്ണമേഖലാ കാലാവസ്ഥയും അനുയോജ്യമായിട്ടുള്ള വിളകളാണ് സുഗന്ധവിളകൾ. മറ്റ് വിളകൾക്ക് പൊതുവെ അനുകൂലമല്ലാത്ത ലാറ്ററൈറ്റ് മണ്ണ് ഏറെ അനുയോജ്യമായ നാണ്യവിളയാണ് റബ്ബർ. മറ്റ് കൃഷികൾക്ക് പൊതുവെ അനുകൂലമല്ലാത്ത ലാറ്ററൈറ്റ് മണ്ണ് ഏറെ അനുയോജ്യമായ നാണ്യവിളയാണ് റബ്ബർ. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ ഏതാണ്? 25 ഡിഗ്രി സെൽഷ്യസിൽ കൂടിയ താപനിലയും 150 സെൻറ്റിമീറ്ററിന് മുകളിൽ മഴയുമാണ്. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് 25 ഡിഗ്രി സെൽഷ്യസിൽ കൂടിയ താപനില, 150 സെൻറ്റിമീറ്ററിന് മുകളിൽ മഴ. ഇന്ത്യയിൽ ഏറ്റവും അധികം റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിലാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ്. റബ്ബറിൻ്റെ ജന്മദേശം ബ്രസീലാണ്. റബ്ബറിൻ്റെ ജന്മദേശം ബ്രസീലാണ്. ഇന്ത്യയിൽ റബ്ബർ കൃഷിയുള്ള ദ്വീപ് പ്രദേശം ആൻഡമാൻ നിക്കോബാർ ആണ്. ഇന്ത്യയിൽ റബ്ബർ കൃഷിയുള്ള ദ്വീപ് പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്